വൺ പീസിൽ ഒരു പുതിയ ഗോഡും കൂടെ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ചാപ്റ്റർ എവിടെ വെച്ചാണ് നിർത്തിയത് അവിടെ വെച്ചാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. ഈമു വേഴ്സസ് ലൂക്കി ഫൈറ്റ്. കഴിഞ്ഞ ചാപ്റ്ററിൽ ലൂക്ക് ചെയ്ത അറ്റാക്ക് ഈമുവിനെ അത്യാവശ്യം ഡാമേജ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഈമുവിന്റെ തലേന്നൊക്കെ പൊട്ടി ചോര വരുന്നുണ്ട്. എന്താണെന്നറിയില്ല, ബാക്കിയുള്ള ഗോഡ്സ് നൈറ്റിനെ പോലെ ഈമു റീജനറേറ്റ് ചെയ്യുന്നതായി നമ്മൾ കാണുന്നില്ല. ചിലപ്പോൾ റീജനറേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഡാമേജ് ഈമുവിന് കിട്ടാത്തോണ്ടായിരിക്കും. ഈമു ലൂക്കിയുടെ ഡ്രാഗൺ ഫോമിനെ കണ്ടിട്ട് ട്രൈറ്റർ എന്ന് വിളിക്കുന്നുണ്ട്. സോ മിക്കവാറും ബോയ്ഡ് സെഞ്ചുറിന്റെ സമയത്ത് ഈ നിഡ്ഹോഗിന്റെ ഫ്രൂട്ട് കഴിച്ച ആൾ ഈമുവിന്റെ ഫ്രണ്ട് ആയിരുന്നിരിക്കാം. പക്ഷെ പിന്നീട് എന്തോ കാരണം കൊണ്ട് ആ പുള്ളി ഈമുവിനെ ചതിച്ചിട്ടുണ്ടാവും. ഈമുവിന് റാഗ്നിയറിനെയും നല്ല ഓർമ്മയുണ്ട് എന്ന് തോന്നുന്നു. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ റാഗ്നിയറും വോയിഡ് സെഞ്ചുറിന്റെ സമയത്തുണ്ടായിരുന്ന ഒരു ഹാമറാണ്. അതുപോലെ തന്നെ റാഗ്നിയറിന്റെ ഫ്രൂട്ട് ഏതാണെന്ന് കൂടെ റിവീൽ ആയിട്ടുണ്ട്. റാഗ്നിയർ ഒരു മിത്തിക്കൽ മോഡൽ സ്ക്വിറൽ ഫ്രൂട്ടാണ്. മോഡൽ റാറ്ററ്റോസ്കർ. റാറ്ററ്റോസ്കർ ഒരു നോർസ് മിത്തോളജിയിലുള്ള ഒരു സ്ക്വിറലാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സോറോയും സാഞ്ചിയും ഈ ആർക്കിൽ ആരെയൊക്കെയാണ് ഫൈറ്റ് ചെയ്യാൻ പോണതെന്ന് ഫൈനലി കൺഫേംഡ് ആയി. ഇപ്പോൾ പോകുന്ന പോക്ക് വെച്ചാണെങ്കിൽ സോറോ സമേഴ്സിനെയും സാഞ്ചി കില്ലിംഗ്ഹാമിനെയായിരിക്കും ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, സമേഴ്സും കില്ലിംഗ്ഹാമിനും ഈമു ഒരു പവർ ബൂസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ സോറോയും സാഞ്ചിയും അഡ്വാൻസ് ഹാക്കി ഉപയോഗിക്കാതെ ഇവരെ രണ്ടുപേരും ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. ലൈബ്രറിയിലെ ബുക്സും ബിബ്ലോ എന്ന അവളും എവിടെയാ പോയതെന്നും കൂടെ ഈ ചാപ്റ്റർ റിവീലായി. ബിബ്ലോ ബുക്കെല്ലാം കത്തി നശിക്കാതിരിക്കാൻ വേണ്ടി അതിനെ ഒരു ബേസ്മെന്റിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. എൽബാഫിൽ ഇപ്പോൾ സത്യം പറഞ്ഞ വൺ ഓഫ് ദ മിസ്റ്റീരിയസ് ക്യാരക്ടറാണ് ഈ ബിബ്ലോ എന്ന അവൾ. ഈ അവളിന് മിക്കവാറും വോയിഡ് സെഞ്ചുറി ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. സമോസും കില്ലിംഗ്ഹാമും കുട്ടികളെ പിടിക്കാനുള്ള പ്ലാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് കില്ലിംഗ്ഹാം അറിയാതെ കില്ലിംഗ്ഹാമിന്റെ നൈറ്റ്മെയർ മോൺസ്റ്ററിനെ സമൺ ചെയ്തു. ഇത് കില്ലിംഗ്ഹാമിന്റെ മാത്രം നൈറ്റ്മെയർ മോൺസ്റ്റർ അല്ല, ദ എൻറ്റയർ സെലസ്റ്റിയൽ ഡ്രാഗൺസ് പേടിക്കുന്ന ഒരു മോൺസ്റ്ററാണ്. സെലസ്റ്റിയൽ ഡ്രാഗൺസ് മേഘങ്ങൾക്കൊക്കെ മുകളിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മഴയെ എന്തുകൊണ്ടോ പേടിയാണ്. അതുകൊണ്ട് തന്നെ സൺ ഗോഡ് നീക്കേനെയും ദ ഡീക്ലൈനെയും പോലെ ഇവർ ഭയക്കുന്ന മറ്റൊരു ദൈവം കൂടെ ഉണ്ട്. അതാണ് ദ ഗോഡ് ഓഫ് റെയിൻ, സാസ. ഇത് കില്ലിംഗ്ഹാം സമൺ ചെയ്ത നൈറ്റ്മെയർ മോൺസ്റ്റർ ആണെങ്കിലും കില്ലിംഗ്ഹാമിന് ഇതിനെ എത്രമാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് കില്ലിംഗ്ഹാമിന് അറിയില്ല. പക്ഷെ നിലവിൽ സാസ കില്ലിംഗ്ഹാമിന്റെ കൺട്രോളാണ്. ഗോഡ് ഓഫ് റെയിൻ സാസ പിള്ളേരെ കിഡ്നാപ്പ് ചെയ്യുന്നതും കില്ലിംഗ്ഹാമിനെയും സമേഴ്സിനെയും ഫൈറ്റ് ചെയ്യാൻ സാഞ്ചിയും സോറോയും പോകുന്നതും കാണിച്ചാണ് ചാപ്റ്റർ തീരുന്നത്. സോ ഞാൻ വിചാരിച്ചത് ഈ ചാപ്റ്ററിൽ ലൂഫി ഈമു ആയിട്ടുള്ള ഫൈറ്റിൽ എൻ്റർ ചെയ്യുമെന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ സെറ്റപ്പ് വെച്ചിട്ട് അതൊരു 2-3 ചാപ്റ്റേഴ്സും കൂടെ കഴിഞ്ഞിട്ട് ലൂഫി വേഴ്സസ് ഈമു നടക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. ഈ ചാപ്റ്ററിന്റെ ഹൈലൈറ്റ് ഡെഫിനറ്റ്ലി ഗോഡ് ഓഫ് റെയിൻ സാസയാണ്. ചാപ്റ്ററിന്റെ പേരും അത് തന്നെയാണ്. ഈ ഗോഡ് ഓഫ് റെയിൻ എന്ന എൻറ്റിറ്റിനെ കുറിച്ച് നമ്മൾ ഇത് ആദ്യമായിട്ടല്ല കേൾക്കുന്നത്. നമ്മൾ സ്കൈപ്പിയിലെ നോളൻഡിന്റെ ഫ്ലാഷ് ബാക്ക് നോക്കുവാണെങ്കിൽ അതിനകത്ത് സൺ ഗോഡ്, റെയിൻ ഗോഡ്, എർത്ത് ഗോഡ്, ഫോറസ്റ്റ് ഗോഡ്, ഇങ്ങനെ 4 ഗോഡ്സിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇവയിൽ സൺ ഗോഡിന്റെയും റെയിൻ ഗോഡിന്റെയും പേര് മാത്രമാണ് ഇതുവരെ റിവീൽ ആയിട്ടുള്ളത്. ബാക്കി 2 ഗോഡും, ഗോഡ് ഓഫ് എർത്തും ഗോഡ് ഓഫ് ഫോറസ്റ്റും ആരൊക്കെയാണെന്ന് വളരെ അടുത്ത് തന്നെ റിവീൽ ആവും. ഓരോ ആർക്ക് കഴിയുമ്പോഴും സ്കൈപ്പിയ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആർക്കായി മാറുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത തവണ കാണുന്നവരെ പീസ്.